കാരണം കല്യാണം നിന്റെ ദീനിന്റെ 2 ഭാഗവും കല്യാണം കഴിക്കലോടുകൂടി നീ സംരക്ഷിച്ചു കഴിഞ്ഞു. ചെറുപ്പക്കാരാ, ദീനിനെ 3 ഭാഗമാക്കി ബാധിച്ചു. അതിൽ 2 ഭാഗവും നീ കല്യാണം കഴിക്കലോടുകൂടി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആകെ 1 ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞവർക്ക് ദീനിന്റെ 1 ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്റെ ഇന്നാലിന്ന മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നു. നിങ്ങൾ കല്യാണം കഴിച്ചു തന്നതിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നതോടുകൂടെ നിങ്ങളുടെ ദീനിന്റെ 2 ഭാഗവും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. 75-60% നിങ്ങളുടെ ദീൻ സംരക്ഷിക്കപ്പെട്ടു. പിന്നെ ആകെ 40% ഉള്ളൂ. ആ 40% നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം. എന്നാ കല്യാണം കഴിക്കാത്തവരോ 100% ശ്രദ്ധിക്കണം. ഇടത് ഭാഗവും ശ്രദ്ധിക്കണം, മുൻഭാഗവും ശ്രദ്ധിക്കണം, വലത് ഭാഗവും ശ്രദ്ധിക്കണം, പിൻഭാഗം ശ്രദ്ധിക്കണം. അവന്റെ ജീവിതത്തിന്റെ 4 ഭാഗങ്ങളിലും അവൻ വളരെ ശ്രദ്ധയോടെ ജീവിച്ചാലേ വളരെ ദീനിൽ അധിഷ്ഠിതമായ ജീവിതം അവന് നയിക്കാൻ പറ്റുള്ളൂ. കല്യാണം കഴിക്കാത്തവൻ എങ്ങനെയാണ്? അവന് 4 ഭാഗവും ശ്രദ്ധിക്കേണ്ടി വരും. കാരണം 100% അവൻ സംരക്ഷിക്കേണ്ടതുണ്ട്. കല്യാണം കഴിച്ചാൽ 170 സംരക്ഷിക്കപ്പെട്ടു. പിന്നെ 30 ഭാഗം മാത്രമാണ് അവൻ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അക്കാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. യാ റസൂലല്ലാഹ്, നബി തങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, യാ അക്കാഫ് ഹല്ലക സൗജ, നിനക്കൊരു ഭാര്യയുണ്ടോ? നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ അക്കാഫേ? ഇല്ല നബിയെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്താ കല്യാണം കഴിക്കാത്തത്? കാശില്ലേ, പൈസയില്ലേ, സെറ്റിൽ ആയിട്ടില്ലേ, ജോലിയില്ലേ? അപ്പോഴാണ് അക്കാഫ് പറയുന്നത്, അല്ല നബിയേ, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട് നബിയേ. വഅന മൂസിറും ബിഖൈർ, എന്റെ കയ്യിൽ കാശുണ്ട് നബിയേ, ഞാൻ മുതലാളിയാണ്. പിന്നെ എന്തേ നീ കല്യാണം കഴിക്കാത്തത്? അല്ല നബി, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ പിശാചിന്റെ ചങ്ങാതിയാണ്. കല്യാണം കഴിക്കാനുള്ള ആരോഗ്യമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, എന്നിട്ടും കല്യാണം കഴിക്കാത്ത നീ പിശാചിന്റെ ചങ്ങാതിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ ചങ്ങാതിമാരും പിശാചാണ്, പിശാചിന്റെ ചങ്ങാതിയാണ് നീ. എന്നിട്ട് പറഞ്ഞു, അർദലു മൗതാകും ഉസ്സാബുക്കും ശിറാറുക്കും ഉസ്സാബുക്കും, നിങ്ങളിൽ ഏറ്റവും മോശക്കാർ കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആണ്. നിങ്ങളിൽ മോശക്കാർ കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആണ്. അതുപോലെ മോശമായി മരിക്കുന്ന ആഖിബത്ത് മോശമായി മരിക്കുന്നതും കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ, ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിൽ പ്രായപൂർത്തി എത്തിയാൽ ഉടനെ കല്യാണം കഴിക്കണം. കാരണം ദീനിന്റെ 2 ഭാഗവും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. 1 ഭാഗം മാത്രം സൂക്ഷിച്ചാൽ മതി. അതുകൊണ്ട് എന്റെ സഹോദര, കല്യാണത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാവാനാണ്. ഒരുപാട് ജോലിയുടെ പ്രയാസങ്ങൾ സഹിച്ചിട്ട്, ജോലിയുടെ പ്രാരാബ്ദങ്ങളെ, മുതലാളിയുടെ വെട്ട് കേട്ടു, മുതലാളിയുടെ ചീത്ത കേട്ടു, മുതലാളിയുടെ തെറി കേട്ടു, മാനേജറിന്റെ ചീത്ത കേട്ടു, ഇങ്ങനെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജോലി എടുക്കുന്നതിനിടയിൽ ഒരുപാട് ചീത്തയും തെറിയും കേട്ട് വളരെ ക്ഷീണിച്ചിരുന്നിരുന്ന് നടുവേദനയായി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോ നിന്റെ മുഖം നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ഭാര്യയുണ്ടായാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്റെ അധ്വാനിച്ച, നീ ക്ഷീണിച്ച ക്ഷീണമെല്ലാം പമ്പ കിടക്കൂലേ? ലിതസ്കുനൂ ഇലൈഹാ. എത്ര പ്രയാസമുണ്ടായാലും, എത്ര ക്ഷീണമുണ്ടായാലും ആ പുഞ്ചിരിക്കുന്ന സുസ്മേരവദനയായ ഭാര്യ പൂമുഖവാതിൽക്കൽ വന്ന് നിന്നിട്ട് നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും. നമ്മുടെ പ്രയാസങ്ങളെല്ലാം പമ്പ കിടക്കൂലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പെങ്ങന്മാരോട്, എൻ്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ, ജോലിയുടെ പ്രയാസങ്ങൾ സഹിച്ചിട്ട്
ജോലിയുടെ പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ട് എന്നിട്ട് ഒന്ന് സമാധാനത്തോടെ അന്തിയുറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോ കരിവാളിച്ച മുഖവുമായി പരാതിയുടെ പ്രളയങ്ങളുമായി വലിയ പരാതിയുമായി നീ നിന്റെ ഭർത്താവിനെ സ്വീകരിച്ചാൽ കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ എരുത്തിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങളാണ് ഭർത്താവിനുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ മുഖം കറുപ്പിച്ചിട്ട് ഭർത്താവിനെ സ്വീകരിക്കരുത്, വെറുപ്പിച്ചിട്ട് ഭർത്താവിനെ സ്വീകരിക്കരുത്. ഒരുപക്ഷെ നിങ്ങളൊരു പ്ലക്കർ വാങ്ങാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാകും, ഭർത്താവ് മറന്നുപോയി, അതിന്റെ പേരിൽ കുശുമ്പുണ്ടാക്കരുത്, അതിന്റെ പേരിൽ കുറുമ്പ് കാണിക്കരുത്. ഒരുപക്ഷെ നിങ്ങളൊരു മീന് വാങ്ങാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാകും, ജോലിയുടെ തിരക്ക് മൂലം ഭർത്താവ് മറന്നുപോയാൽ അതിന്റെ പേരിൽ ഭർത്താവിനെ ചീത്ത പറയരുത്, സാരില്ല, കുഴപ്പമില്ല, നമ്മൾക്ക് നാളെ വാങ്ങിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ ആശ്വസിപ്പിക്കേണ്ട ഡ്യൂട്ടിയാണ് ഭാര്യയ്ക്കുള്ളത്. അള്ളാഹു ബോധം നൽകട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. അള്ളാഹു നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കണക്കുളിർമയുള്ള ഭാര്യയാക്കി മാറ്റട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഖീല യാ റസൂലല്ലാഹ്. ഇവിടെ ഫൈസൽ ഉസ്താദ് എവിടെ? ഫൈസൽ ഉസ്താദ് വരുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ബാധ്യതയുണ്ട്, നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പം ഞാൻ കാസർഗോഡ് നിന്നിട്ട് നിങ്ങളെ ബാധ്യത ഏറ്റെടുക്കാൻ പറഞ്ഞാൽ നടക്കൂലല്ലോ അല്ലേ? പരിപാടിക്ക് ചിലവുണ്ട്, ഞാൻ ഏറ്റെടുക്കണം. ഞാൻ പിരിവൊന്നാക്കാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 500 വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാം. എന്തേ ബുദ്ധിമുട്ടാവും? ചെറുപ്പക്കാരൊക്കെ അല്ലേ? 6 മാസമായില്ലേ ഫ്രീ ആയിട്ട് നെറ്റ് ഉപയോഗിക്കുന്നത് അല്ലേ? 6 മാസമായില്ല അംബാനി വെറുതെ നെറ്റ് തരാൻ, ഒരു ചിലവില്ല, 5 പൈസ റീചാർജ് വേണ്ട, ഫോൺ വിളിക്കുക, മെസ്സേജ് അയക്കുക, ടെക്സ്റ്റ് മെസ്സേജ്, വീഡിയോ കോൺഫറൻസ് ഒക്കെ നിർത്താൻ, 5 പൈസ ചിലവില്ല. അതിന് അള്ളാഹ്ക്കൊരു ശുക്ർ ചെയ്യും. അൽഹംദുലില്ലാ, 5 പൈസ ചിലവില്ലാതെ 6 മാസം 4G ഇൻ്റർനെറ്റ് സൗകര്യം. അതുകൊണ്ട് ആ ശുക്രിന് ഒരു 500 രൂപ ദീനിൻ്റെ ഇൽമ പഠിപ്പിക്കുന്ന ഒരു സദസ്സിലേക്ക് സ്റ്റേജിൽ തന്നെ തുടങ്ങാം. നമുക്ക് സ്റ്റേജിൽ തന്നെ തുടങ്ങാം. എന്താ പറ്റൂലേ? നിങ്ങൾ ഏറ്റെടുക്കും 500 രൂപ? എന്താ പഠിച്ചോ? ആരുമില്ലേ ഏറ്റെടുക്കാൻ പറ്റിയ? ആരുമില്ലേ? ബക്കറ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? ബക്കറ്റ് ഉണ്ട് ഉസ്താദേ? ആ ബക്കറ്റ് ഉണ്ടെങ്കിൽ ബക്കറ്റ് കൊണ്ടുവരി. നിങ്ങൾ എണീറ്റിട്ടൊന്നും ഞാൻ നിർത്തുന്നില്ല. നിങ്ങൾ 500 രൂപ ബക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. കൊടുക്കുവോ? ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചാലേ കൊടുക്കൂ. ബക്കറ്റ് ഇടുമ്പോൾ 10 കൊടുത്താൽ മതി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഈ സഹോദരന്റെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. പിരിവൊന്നുമില്ലേ? ഞാൻ പിരിവിന് വേണ്ടി സമയം കണ്ടെത്തൂലേ, ഞാൻ പിരിവിന് നിൽക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. വേറൊരാള് അൽഹംദുലില്ലാഹ് 500 രൂപ, വേറൊരാൾ 500 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ പറയാ ഒരൊറ്റൊരു കാര്യം കൂടി, വേഗം കൊടുത്തോളി. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നല്ല ആൾക്കാരെന്നെ പിടിച്ച് നിങ്ങൾ സ്റ്റേജിൽ ഇരുത്തിന്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. വേറെ ആളും വരുന്നുണ്ട്. പിടിച്ചോളൂ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരിക്കൽ അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ പോവല്ലേ, വേല കഴിഞ്ഞിട്ട് പോയാൽ മതി, പൈസ തന്നോളി, വേല കഴിഞ്ഞിട്ട് പോയാൽ മതി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 1000 രൂപ, അൽഹംദുലില്ലാഹ്. 1500 രൂപ, മാഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റില്ലേ? ബക്കറ്റ് കൊടുക്കി, ഇപ്പന്നെ കൊടുക്കി. അപ്പോൾ ഇങ്ങോട്ട് വന്ന് തരുന്ന ആൾ ഇങ്ങോട്ട് വന്നിട്ട് തരിക, ബക്കറ്റിൽ ഇട്ട് കൊടുക്കുന്ന ആൾ ബക്കറ്റിൽ ഇട്ട് കൊടുക്കുക. അൽഹംദുലില്ലാഹ്. വേറൊരാൾ കൂടി, അൻത തതുലഉ ബൈനന. ഹജ്ജിന് പോകുന്നില്ല മാഷാ ഇപ്രാവശ്യം. അല്ലാഹു ആരോഗ്യവും ആഫിയത്തോടെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് മടങ്ങി വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അൻത തതുലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبتحي والحبيب العربي. 500 കൊടുക്കുന്നവർ 500 കൊടുക്കുക, 500 ഇല്ലെങ്കിൽ 100 കൊടുത്തു. ഇങ്ങോട്ട് വരുന്നാൾ ഇങ്ങോട്ട് വന്നിട്ട് തരാം, അവിടെ കൊടുക്കുന്നെങ്കിൽ അവിടെ കൊടുക്കുക. ദുആ എല്ലാവർക്കും ചെയ്യാം. 100 മിനിമം 100എങ്കിലും ചെറുപ്പക്കാരൊക്കെ കൊടുക്കണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. കൂടുതൽ കൊടുക്കും. ഇപ്പം നേരത്തെ 500 പറഞ്ഞപ്പോൾ 1500 ആണ് ഒരാൾ കൊണ്ടുവന്നത്. أنت أم أم أبو ما رأينا فيهما
مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي അല്ലാഹുവിൻ്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബാ, ദീനിന് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന്, ദീനിന് വേണ്ടി സ്വതഖ ചെയ്യണമെന്ന്, ദീനിന് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ആരും കൊടുത്തില്ല. ഇതുപോലെയല്ല, ഇവിടെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആളുകൾ തരാൻ തുടങ്ങി. അള്ളാഹു ഈ നാട്ടിൽ നിഅമത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹുവേ, ഈ നാട്ടിലുള്ള എല്ലാ ആളുകളുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഈ നാട്ടിൽ നീ ഖിയാമത്ത് നാൾ വരെ നിന്റെ നിഅമത്തും നിന്റെ അനുഗ്രഹങ്ങളും ബറക്കത്തും നിന്റെ റഹ്മത്തും നീ നിലനിർത്തണേ അല്ലാ. ഏറ്റി കൊടുക്കണേ അല്ലാ. കൃഷികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ചെറുപ്പക്കാരിലും ചെറുപ്പക്കാരികളും നല്ല സ്വാലിഹീങ്ങളാക്കി മാറ്റണേ അല്ലാ. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചപ്പോൾ സ്വഹാബാക്കൾ ആരും നൽകിയില്ല. നബി തങ്ങളുടെ മുഖത്ത് ചെറിയൊരു പ്രയാസം തോന്നി. നബി തങ്ങളുടെ മുഖത്തൊരു പ്രയാസം തോന്നിയപ്പോൾ ഒരു സ്വഹാബി, അൻസാരിയായ സ്വഹാബി ഓടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ ചെറിയ ഒരു കഷ്ണം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുന്നിൽ അങ്ങോട്ടിട്ട് കൊടുത്തു. ഇത് കണ്ടപ്പോഴേക്കും മറ്റുള്ള സ്വഹാബാക്കളും ഓടി വന്നിട്ട് അവരുടെ കൈകളിലുണ്ടായിരുന്നതൊക്കെ നേരെ ആ ഒരു മുസല്ലയിലിട്ട് കൊടുത്തു. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന. നല്ല കാര്യത്തിന് ഇസ്ലാമിൽ ആരാണോ തുടക്കം കുറിക്കുന്നത്, ആരാണോ അതിന് ഉദ്ഘാടനം ചെയ്യുന്നത്, പിന്നെ അത് കണ്ടിട്ട് ആരൊക്കെയാണോ കൊടുക്കുന്നത്, ശേഷം കൊടുക്കുന്നവരുടെ പ്രതിഫലങ്ങളെല്ലാം ആദ്യം കൊടുക്കുന്നവർക്കും കൂടിയുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ 100 ആളുകൾ നൽകിയാൽ ആദ്യം കൊടുത്ത ആൾക്ക് 99 പേര് കൊടുത്ത പ്രതിഫലമുണ്ട്. രണ്ടാമത് കൊടുത്തവന് 98 പേരുടെ പ്രതിഫലമുണ്ട്. മൂന്നാമത് കൊടുത്തവന് 97 പേരുടെ പ്രതിഫലമുണ്ട്. നാലാമത് കൊടുത്തവന് 96 പേരുടെ പ്രതിഫലമുണ്ട്. അവസാനിക്കും തോറും പ്രതിഫലം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഇന്നല്ല എവിടെയായാലും ഇങ്ങനെ ഒരു സംഭാവനയുടെയോ നന്മയുടെ കാര്യമോ പറഞ്ഞാൽ ആദ്യം ഏറ്റെടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം വന്നിട്ടൊരു സഹോദരൻ ഏറ്റെടുത്തു. ആ സഹോദരനാണ് ഈ ശേഷം ഏറ്റെടുക്കുന്ന പ്രതിഫലം. രണ്ടാമതൊരാൾ ഏറ്റെടുത്തു, മൂന്നാമത്, നാലാമത്, അഞ്ചാമത്. അല്ലാഹുവേ, ഇവർ നൽകിയ സ്വതക്കകളെ നീ സ്വീകരിക്കണേ അല്ലാ. സംഭാവനകളെ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. സ്വതക്ക നൽകിയാൽ ഈമാൻ സലാമത്തായി മരിക്കാമെന്ന് നിന്റെ ഹബീബ് ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൽകിയത്. ഈ സ്വതക്ക നൽകിയ എല്ലാ ആളുകൾക്കും ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വതക്ക നൽകിയാൽ അപകടങ്ങളെ തൊട്ട് കാക്കാമെന്ന് നിന്റെ പുണ്യനബി പറഞ്ഞിട്ടുണ്ട് നബി. അല്ലാഹുവേ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൽകിയത്. ഈ സ്വതക്ക നൽകിയ ആളുകൾക്കൊക്കെ നീ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. സ്വതക്ക നൽകിയാൽ അല്ലാഹുവേ, ദാവൂ മർലാക്കും ബിസ്സദഖ, രോഗങ്ങൾക്ക് ശിഫ തരാമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ സ്വതക്ക ചെയ്തത്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. സ്വതക്ക നൽകിയാൽ കബറിടം വിശാലമാക്കാമെന്ന് നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൽകിയത്. ഈ സ്വതക്ക നൽകിയ എല്ലാ ആളുകളുടെയും കബറിടം വിശാലമാക്കണേ അല്ലാ. കബറിടം നീ പ്രകാശിപ്പിക്കണേ അല്ലാ. സ്വതക്ക നൽകിയാൽ നരകത്തിൽ നിന്ന് തടയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ. ഈ സ്വതക്ക നൽകിയ എല്ലാ ആളുകളെയും നരകത്തിൽ വീഴാതെ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ ലോകത്ത് കുടുംബസമേതം പാറിക്കളിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വതക്ക നൽകിയാൽ അർശിന്റെ തണൽ നൽകാമെന്ന് നീ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ. അർശിന്റെ തണൽ ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്, അല്ലാഹുവിൻ്റെ ഹബീബിനോട് സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, ഞാൻ പിരിവെടുക്കലില്ല. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു അത്യാവശ്യമായിട്ട് ഇങ്ങനെ പിരിവെടുക്കേണ്ടത്, ഇന്നലെ വടകര ഭാഗത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യമായിട്ടൊരു പള്ളിക്ക് വലിയൊരു ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തു.
ഇന്നൊരാൾ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പിരിവെടുക്കാത്ത ആളാണ്, നിങ്ങൾ ഇന്നലെ പിരിവെടുത്തു എന്നുള്ള ചെറിയൊരു പരാതിയുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ബാധ്യത കണ്ടപ്പോൾ ഏറ്റെടുത്താണ് ഇന്നലെ. എന്തെങ്കിലും മാഷാ അല്ലാഹ് റിസ്ക് സമയമൊന്നും ചിലവഴിക്കാതെ തന്നെ നിങ്ങൾ ഏറ്റെടുത്തു. നല്ല നാട്ടുകാരാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. ഇപ്പം തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചു, പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് വരുവേ, ആണുങ്ങൾ മാത്രം കൊടുത്താൽ പോലെ നിങ്ങളും കൊടുക്കണേ. മിനിമം 100 കൊടുക്കി. 500 കൊടുക്കാം, 1000 കൊടുക്കാം, 2000 കൊടുക്കാം, മിനിമം ഒരു 100 മുട്ട് കൊടുക്കണേ. 100 കൊടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ വേദനിക്കണ്ട. 50 നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ കഴിയുന്നത്, കുറച്ചാക്കണ്ട. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവരെത്ര തന്നാലാണ് നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവുന്നത്? എത്ര തന്നാലോ? 10 രൂപ തന്നാൽ സംതൃപ്തി ഉണ്ടാവില്ലല്ലോ. ഒരു 100 തന്നാ കുഴപ്പമില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതാണല്ലോ, അത് കൊടുക്കി. ഇഷ്ടമുള്ളത് കൊടുത്താലാണ് അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത 10ൻ്റെയോ 5ൻ്റെയോ 20ൻ്റെയോ നോട്ട് എവിടെയും കൊടുക്കരുത്. കുട്ടികൾക്ക് സ്കൂളിൽ വാങ്ങുമ്പോൾ മിഠായി വാങ്ങിക്കാൻ കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചു, നബിയെ പെണ്ണുങ്ങളിൽ ആരാണ് നബിയെ ഏറ്റവും നല്ല പെണ്ണ് എന്ന്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അല്ലതീ തസുറുഹു ഇദാ നളറ. നീ നോക്കിയാൽ, നീ അവളെ ഒന്ന് നോക്കുമ്പോഴേക്കും നിനക്ക് സന്തോഷം ലഭിക്കും. നമ്മുടെ ഭാര്യമാരൊക്കെ അങ്ങനെയാണോ? ഭാര്യമാരെ നോക്കുമ്പോൾ സന്തോഷമാണോ ഉണ്ടാവുന്നത്, ദുഃഖമാണോ? നിങ്ങൾ പറയും, നമ്മൾ ഭാര്യമാരെ നോക്കുമ്പോൾ സന്തോഷമാണോ അല്ല ദുഃഖമാണോ? പഠിച്ചോനെ, ചങ്ങാതിമാരുടെ കൂടെ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, ഇനി വീട്ടിലെത്തിയിട്ട് ഭാര്യ പഠിച്ചോനെ എന്താ ചെയ്യുക? അങ്ങനെയൊക്കെയാണ് ചെറുപ്പക്കാർ പറയാ. ഇനി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചക്ക് കുഴപ്പമില്ല, പിന്നെ എത്രയും വേഗം എങ്ങനെയാ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് ആലോചിക്കുക. ഇത് ഭാര്യമാരുടെ സ്വഭാവ പ്രശ്നമാണ്. നല്ല സ്വഭാവമാണെങ്കിൽ അവിടെ 2 ലക്ഷം സാലറി കിട്ടിയാലും പോവാൻ മനസ്സുണ്ടാവില്ല, അല്ലെങ്കിൽ ഭാര്യയെ കൂടെ കൊണ്ടുപോകും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലതീ തസുറുഹു ഇദാ നളർ. നോക്കുമ്പോൾ, ഭാര്യയുടെ മുഖം കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസം ഇത് ലഭിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഭാര്യയാണ് ഏറ്റവും നല്ല പെണ്ണ്. വതുതീഉഹു ഇദാ അമർ. നീ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്ന പെണ്ണാണോ? നീ പറഞ്ഞു ഹിജാബ് ധരിക്കണമെന്ന്, നീ പറഞ്ഞു പർദ്ദ ധരിക്കണമെന്ന്, പർദ്ദ ടൈറ്റായി നീ നടക്കരുത്, മുഖം തുറന്ന് നടക്കരുത്, സ്കാഫ് ധരിച്ച് മുഖം മറച്ച് നടക്കണമെന്ന് പറയുമ്പോൾ അതിനൊന്നും എന്നെ കിട്ടൂല, എൻ്റെ ചങ്ങാതിമാരൊന്നും അങ്ങനെയല്ലല്ലോ നടക്കുന്നത്, നിങ്ങളുടെ ജ്യേഷ്ഠത്തി നിങ്ങളെ പെങ്ങൾ അങ്ങനെയല്ല നടക്കുന്നത്, നിങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത്? അങ്ങനെ ചോദിക്കുക. നിങ്ങളുടെ പെങ്ങൾ നടക്കുന്നത് എങ്ങനെയാ? നിങ്ങളുടെ ഉമ്മ എങ്ങനെയാ നടക്കുന്നത്? അങ്ങനെ ചോദിക്കുക. പെണ്ണുങ്ങൾ അങ്ങനെ ചോദിക്കുക. മുഖം മറിച്ച് നടക്കണം എന്ന് പറയുമ്പോൾ പെണ്ണ് ചോദിക്കും, നിങ്ങൾ പെങ്ങൾ അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. അത് നോക്കണ്ട, പെങ്ങൾ എങ്ങനെ നടന്നോട്ടെ, അത് പെങ്ങളും പെങ്ങളുടെ ഭർത്താവാണ്. ഇത് നീയും നിന്റെ ഭർത്താവും തമ്മിലുള്ള ഡീലിംഗ് ആണ്. നിന്റെ ഭർത്താവ് കാര്യം കൽപ്പിച്ചാൽ അനുസരിക്കേണ്ടവളാണവൾ. അങ്ങനെ അനുസരിക്കുന്നുണ്ടോ? ഭർത്താവ് പറഞ്ഞതാണ്, അൽഹംദുലില്ലാ, ഞാൻ മുഖം മറിച്ചിട്ടേ നടക്കുള്ളൂ. ഇങ്ങനെയുള്ള പെണ്ണാണോ? അവളാണ് ഏറ്റവും നല്ല പെണ്ണ്. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ. ഭർത്താവില്ലാത്ത സമയത്ത് വേറെ ഒരു പുരുഷനെ കുറിച്ച് ചിന്തിക്കാത്തവളാണവൾ. സ്കോളുകൾ വരുമ്പോ വശീകരിക്കപ്പെടുന്നവളല്ല അവൾ. ആരെങ്കിലും വഴിപ്പോക്കന്മാർ പുഞ്ചിരിക്കുമ്പോ തിരിച്ചു പുഞ്ചിരിക്കുന്നവനല്ല അവൻ. വസ്ത്രം വാങ്ങാൻ വേണ്ടി ടെക്സ്റ്റൈൽസിൽ ചെല്ലുമ്പോ അവിടെയുള്ള സെയിൽസ്മാൻമാർ നമ്പറുകൾ കൈമാറുമ്പോ ആ നമ്പർ തട്ടി മാറ്റുന്നവളാണവൾ. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ. സ്വന്തം ശരീരത്തിലെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാത്തവളാണവർ. വലാ ഫീ മാലി. അവരുടെ സമ്പാദ്യം ഭർത്താവ് ഗൾഫിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞയച്ചാൽ, എന്തെങ്കിലും സമ്പാദ്യം കൊടുത്തയച്ചാൽ വളരെ പിശുക്കിയിട്ടാണ് അവൾ ചെലവഴിക്കുന്നത്. 10,000 രൂപ തന്നാൽ 10,000 രൂപയാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 8,000 രൂപ ചെലവഴിച്ചു, 2,000 എടുത്തു വെച്ചു. എന്തെങ്കിലും ആവശ്യം വരുമ്പോ അടുത്ത മാസം വീണ്ടും 10,000 പറഞ്ഞയച്ചു, അതിൽ നിന്ന് 5,000 ചെലവഴിച്ചു, 5,000 എടുത്തു വെച്ചു. ഇങ്ങനെ ഭർത്താവിന്റെ സമ്പത്തിൽ സൂക്ഷ്മത പാലിച്ച് നന്നായി ശ്രദ്ധിച്ച് പിശുക്കി അനാവശ്യമായി ദൂർത്തടിക്കാത്ത പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആദരണീയരായ നമ്മുടെ കണ്ണിലുണ്ണിയായ നമ്മളൊക്കെ വളരെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന കുമ്പോൾ അലി തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ തണലിൽ
ആ കുടുംബങ്ങളുടെ കുഞ്ഞിക്കോയ തങ്ങളടക്കമുള്ള കുമ്പോൽ തങ്ങന്മാരുടെ ആ ഒരു തണലിൽ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആദ്യം പറഞ്ഞാണ് ഒരു 20 മിനിറ്റ് അല്ലേ, 11 മണി വരെ 40 അല്ലേ, ഒരു 20 മിനിറ്റ് നിങ്ങൾ വെച്ച് സൈക്കിളിൽ വിഷമമുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ ഞാനും കാണാതെ കുറേ മുമ്പ് കണ്ടതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒക്കെ തണലിൽ, ആ കുടുംബത്തിൻ്റെ തണലിൽ ജീവിക്കാൻ നമ്മുടെ കാസർഗോട്ടുകാർക്ക് തന്നെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ, സ്വന്തം ശരീരത്തിൽ ഭർത്താവിനോട് യാതൊരു മോശമായ അപമര്യാദയായി പെരുമാറാത്തവളാണവൾ. വലാ ഫീ മാലി, തൻ്റെ സമ്പാദ്യവും ഭർത്താവിന് വേണ്ടി വളരെ സൂക്ഷ്മതയോടെ ചെലവഴിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മൾ പോയത് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്കിടയിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവാനാണ്, കണ്ണ് പൊട്ടാനല്ല. കല്യാണം കഴിച്ചാൽ കണ്ണ് പൊട്ടിയെന്നല്ല, പെണ്ണ് കെട്ടി കണ്ണ് പൊട്ടി അതല്ല, കണ്ണ് നിറയാനാണ്, കൺകുളിർമയാവാനാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്നെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ കൺകുളിർമയുള്ള ഭാര്യയാക്കി, ഭർത്താവാക്കി, മക്കളാക്കി മാറ്റണേ അല്ലാ. കല്യാണം കഴിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ കുളിർമയാവാനാണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ കണ്ണിൻ്റെ കുളിർമയാക്കി മാറ്റട്ടെ. പിന്നെ അല്ലാഹു പറഞ്ഞു, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഇന്നലെ വരെ കാണാത്ത ഭർത്താവ് ഏതോ 40, 50, 70 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഏതോ തറവാട്ടിൽ ജനിച്ച ഭർത്താവാണ് ഇന്ന് എൻ്റെ മുറിയിലേക്ക് ഇന്ന് രാത്രി കടന്നു വരുന്നത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പെണ്ണിന് ഭർത്താവില്ലാതെ ജീവിക്കാൻ കഴിയൂല. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഭർത്താവ് 2 മാസം കഴിഞ്ഞ് ഗൾഫിൽ പോകുമ്പോൾ പെണ്ണ് പറയാണ്, എന്തിനാണ് റബ്ബേ എന്നെ നീ സൃഷ്ടിച്ചത്? ഈ ഒരു പരീക്ഷണം താങ്ങാൻ എനിക്ക് കഴിയില്ല റബ്ബേ. ഏത് പെണ്ണ്? ഒരു പരിചയമില്ലാത്ത പെണ്ണ്, കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായി ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോൾ പെണ്ണ് പറയാണല്ലോ, എന്തിനാണ് നീ എന്നെ സൃഷ്ടിച്ചത്? ഈ പരീക്ഷണം താങ്ങാൻ, ഇത് സഹിക്കാൻ എനിക്ക് കഴിയില്ല. ഇങ്ങനെയാണെങ്കിൽ കല്യാണം തന്നെ വേണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് സ്നേഹങ്ങൾ ഉണ്ടാക്കി തന്നത് അല്ലാഹുവാണ്. അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ്? വറഹ്മതൻ, നിങ്ങൾക്കിടയിൽ കാരുണ്യമുണ്ടാക്കിയതും അല്ലാഹുവാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഈ വിഷയങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പറയാണ്. ഇനി കുടുംബ ബന്ധമൊന്ന് ആമായി, പൊതുവായി എന്ന് പറയാണ്. ചില ഹദീസുകൾ ശ്രദ്ധിക്കണേ. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, മഹാനായ അനസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നിങ്ങൾക്ക് ദാരിദ്ര്യമില്ലാതിരിക്കാൻ ആഗ്രഹമുണ്ടോ? മരണം വരെ പട്ടിണി കിടക്കാതിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മരണം വരെ നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവൂല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടെ, ആഫിയത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട ഒരു മരുന്നുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാളുടെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവാൻ, ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ, അഥവാ പട്ടിണി കിടക്കാതിരിക്കാൻ, ദരിദ്ര നാരായണന്മാരായി മാറാതിരിക്കാൻ, അവന്റെ ആയുസ് നീട്ടിക്കിട്ടാൻ ഒരു 60 വരെ, ഒരു 70 വരെ, 90 വരെ ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യസിൽ റഹിമ, കുടുംബ ബന്ധം പുലർത്തട്ടെ എന്ന് സ്വഹീഹുൽ ബുഖാരി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരുപാട് വൈദ്യന്മാരെ കണ്ടിട്ട്, ഒരുപാട് രക്തത്തിന്റെ ബോഡി ചെക്കപ്പ് നടന്നിട്ട് കാര്യമില്ല. രാവിലെയും വൈകുന്നേരം ഫുട്ബോളോ എക്സസൈസോ ജിംനാസ്റ്റിക് ബോഡിയായി ജിമ്മിന് വേണ്ടി എക്സസൈസ് ചെയ്യാൻ പോയത് കൊണ്ടൊന്നും ദീർഘായുസ് ലഭിക്കൂല, ആരോഗ്യം ലഭിക്കൂല. ആരോഗ്യം ലഭിക്കാൻ മുത്തുനബി പഠിപ്പിച്ചു തന്ന മാർഗമാണിത്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന രീതിയാണിത്. നിങ്ങൾക്ക് ആയുസ്സിൽ ബർക്കത്ത് വേണോ? ആരോഗ്യം വേണോ? ദീർഘായുസ് വേണോ? ഫല്യസിൽ റഹിമ, കുടുംബ ബന്ധം പുലർത്തേ.
മൂത്താപ്പയോട് സംസാരിക്ക്, അളാപ്പയോട് സംസാരിക്ക്. പിണങ്ങി നിൽക്കരുത്, തെറ്റി നിൽക്കരുത്, അകന്ന് നിൽക്കരുത്, ബന്ധങ്ങളെ മുറിക്കരുത്. ഇങ്ങനെ നല്ല ബന്ധം സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാവൂല. ഒന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഭക്ഷണമാണ്, അത് അല്ലാഹു തരും. പിന്നൊന്ന് ആവശ്യമുള്ളത് ആരോഗ്യമാണ്, അതും അല്ലാഹു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിൽ ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 100,000 ചില്ലാനം ആളുകൾ സ്വഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടിയ അറഫ മൈതാനിൽ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് എണീറ്റ് പോകണമെന്ന്. നിങ്ങളിൽ ആരെങ്കിലും തെറ്റി നിൽക്കുന്ന, ചൊടിച്ചു നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അകന്ന് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പോകണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു സ്വഹാബി സദസ്സിന്റെ മൂലയിൽ നിന്ന് ഒരു സ്വഹാബി എണീറ്റ് പോവുകയാണ്, വേറൊരാളും എണീറ്റില്ല. ഒരുപാട് സമയം കഴിഞ്ഞു, നബി തങ്ങളുടെ പ്രഭാഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എണീറ്റ് പോയ സ്വഹാബി തിരിച്ചു വന്നു. അപ്പോഴാണ് നബി തങ്ങൾ വിളിക്കുന്നത്, അല്ലയോ ചെറുപ്പക്കാരാ, ഇങ്ങോട്ട് വാ ചെറുപ്പക്കാരാ, നീ എവിടേക്കാണ് പോയത്, എന്തിനാണ് എണീറ്റത്? അപ്പോഴാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, എൻ്റെ കുടുംബക്കാരനുമായി ഒരുപാട് വർഷക്കാലം ഞാൻ പിണങ്ങി നിൽക്കുകയായിരുന്നു, ഒരുപാട് വർഷക്കാലം ഞാൻ ചൊടിച്ചു നിൽക്കുകയായിരുന്നു, ഒരുപാട് വർഷക്കാലം ഞാൻ തെറ്റി നിൽക്കുകയായിരുന്നു. നിങ്ങൾ എണീറ്റ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയതാണ്. എന്നിട്ട് ഞാൻ അയാളോട് സലാം പറഞ്ഞ് സംസാരിച്ച് പിണക്കം മാറി നല്ല ബന്ധമാക്കി വന്നതാണ്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, പൊന്നുമോനെ, പിണങ്ങി നിൽക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിൻ്റെ മാലാക്കമാരിറങ്ങുകയേയില്ല. പിണങ്ങി നിൽക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിൻ്റെ മാലാക്കമാരിറങ്ങുകയേയില്ല, അള്ളാഹുവിൻ്റെ മാലാക്കമാരിറങ്ങുകയേയില്ല. എന്ന് മാത്രമല്ല, ആ സദസ്സിൽ ബറക്കത്തുണ്ടാവൂല, ആ സദസ്സിൽ ബറക്കത്തുണ്ടാവൂല. ഇന്ന അഅമാല ബനി ആദം, ആദം സന്തതികളുടെ മനുഷ്യന്മാരുടെ അമലുകൾ അല്ലാഹു എല്ലാ ദിവസങ്ങളിലും കണക്കാക്കുന്നുണ്ടല്ലോ, എല്ലാ വ്യാഴാഴ്ചകളിലും കണക്കാക്കുന്നുണ്ട്. തുഅറദു കുല്ല ഖമീസി ലൈല, എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും അല്ലാഹു നമ്മുടെ തിന്മയും നന്മയും ആകാശ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഫലാ യുഖ്ബലു അമലു ഖാതിഇ റഹിമിൻ, അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, എല്ലാവരുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അമലും വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി ആകാശത്തിൽ കൊണ്ടുപോയി അല്ലാഹു കണക്കാക്കാണ്. ഓരോന്ന് നോക്കാൻ മലക്ക് ഇങ്ങനെ ഫയൽ എടുത്തു കൊടുക്കുമ്പോൾ മലക്ക് പറയും, അല്ലാഹു ഇത് പിണങ്ങി നിൽക്കുന്ന ഒരാളുണ്ട്, അത് വേണ്ട, അത് മാറ്റി വെക്ക്. പിന്നെ അടുത്ത ആള് ഇങ്ങനെ പോയി ഉമ്മയോട് തെറ്റി നിൽക്കുന്ന ഒരാൾ, അത് വേണ്ട, മാറ്റി വെക്ക്. കുടുംബക്കാരോടോ ചങ്ങാതിമാരോടോ നാട്ടുകാരോടോ അയൽവാസികളോടോ പിണങ്ങി കുടുംബ ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്ന ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അമല് അള്ളാഹു നോക്കുക പോലുമില്ല, അള്ളാഹു വലിച്ചെറിയും. നിങ്ങൾ നന്നാവുന്നത് വരെ അള്ളാഹു അതിനെ മൈൻഡ് ചെയ്യൂല. ഫലാ യുഖ്ബലു അമലു ഖാതിഇ റഹിമിൻ, കുടുംബബന്ധം വിച്ഛേദിച്ചവന്റെ അമല് അല്ലാഹു സ്വീകരിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു സ്വീകരിക്കൂല സഹോദരാ. അത് ആരോടാവട്ടെ, പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ട് കാര്യമില്ല, സ്വതക നൽകിയിട്ട് കാര്യമില്ല, വഅദിന് വന്നിട്ട് കാര്യമില്ല, ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല. അല്ലാഹുവിന് അമല് വേണ്ട, അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. അത് മാത്രമാണോ, ലാ യദ്ഖുലൂനൽ ജന്നത മുദ്മിനു ഖംറിൻ, കള്ള് കുടിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല, കള്ള് കുടിയൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. കള്ള് കുടിയൻ എന്ന് പറയുമ്പോൾ ദൈനംദിനം അടിച്ചു കുടിച്ച് പീപ്പയാവണമെന്നില്ല. എപ്പോഴെങ്കിലും സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ പോയതാ, അപ്പോൾ ചങ്ങാതിമാർ പറഞ്ഞൊന്ന് കുടിക്കല്ലേ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോയി പഠിക്കാൻ, അപ്പോൾ ചങ്ങാതിമാരൊക്കെ കുടിക്കുന്നുണ്ട്, ഞാനും കുടിച്ചു, പിന്നെ കുടിച്ചിട്ടൊന്നുമില്ല, തൗബാനും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ മരിച്ചുപോയാൽ, കള്ള് കുടിച്ച് തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ അയാൾ സ്വർഗം കാണുകയേ ഇല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കള്ള് കുടിച്ച് തൗബ ചെയ്യാതെ ഒരാൾ മരിച്ചുപോയാൽ അല്ലാഹു അയാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൂല. വഖാതിഉർ റഹിമി, കുടുംബബന്ധം വിച്ഛേദിച്ചവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി കേൾക്കണോ, സലാസത്തുൻ ലാ തുർതഫഉ സ്വലാത്തുഹും, 3 വിഭാഗമുണ്ട്, അവരുടെ നിസ്കാരം അല്ലാഹു ഉയർത്തുകയില്ല, പരിഗണിക്കുകയില്ല. 3 വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ,
ഒരു നാടിന്റെ നേതാവ്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു MLA, ഒരു MP, ഒരു പ്രധാനമന്ത്രി, ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ഖതീബ്, ഒരു പള്ളിയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, റജുലുൻ അമ്മ ഖൗമൻ, ഒരു നാടിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, വഹും ലഹു കാരിഹൂൻ, ഒരാൾക്കും അയാളോട് നല്ല അഭിപ്രായമല്ല, ആളുകൾക്കൊക്കെ അയാളോട് വെറുപ്പാണ്. വെറുക്കൂലല്ലോ, വെറുതെ വെറുക്കൂലല്ലോ. ഒന്നുകിൽ അയാള് പ്രസിഡന്റാണ്, പക്ഷെ ഒരു ചുക്കും ചെയ്യൂല, നാട്ടുകാർക്ക് വൃത്തികെട്ട സ്വഭാവമായിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റാണ്, നാട്ടുകാർക്ക് ഒരു ഉപകാരം ഉണ്ടാവൂല. MLA ആണ്, നാട്ടുകാർക്ക് ഒരു ഉപകാരം ഉണ്ടാവൂല. അങ്ങനെയുള്ള ആരെങ്കിലും ഒന്ന് വെറുക്കാതിരിക്കുവോ? റജുലുൻ അമ്മ ഖൗമൻ, സമുദായത്തിന് നാടിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾ, വഹും ലഹു കാരിഹൂൻ, അവരെ ആളുകൾക്കെല്ലാം വെറുപ്പാണ്. അങ്ങനെയുള്ള ഒരാൾ എത്ര നിസ്കരിച്ചിട്ടോ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാര്യമില്ല, അവന്റെ നിസ്കാരം തലയുടെ മുകളിലേക്ക് ഉയരുകയേ ഇല്ല. 2, ഭർത്താവിനോട് പിണങ്ങിയിട്ട് മുഖം തിരിച്ച് കിടന്നുറങ്ങുന്ന പെണ്ണെ, നിന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട, നിന്റെ തഹജ്ജുദ് അല്ലാഹുവിന് വേണ്ട, നിന്റെ ഒരു ആരാധനയും അല്ലാഹു സ്വീകരിക്കൂല. ഭർത്താവിനോട് പിണങ്ങിയ ഭാര്യ, ആ ഭാര്യയുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. 3-ാമത്തേവൻ വഅഖവാനി മുത്തസാരിമാൻ, കുടുംബ ബന്ധമോ സൗഹൃദ ബന്ധമോ പിണങ്ങി നിൽക്കുന്ന, വിച്ഛേദിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, കുടുംബ ബന്ധം വിച്ഛേദിച്ച ആരെങ്കിലും എവിടെയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട ആദരണീയരായ സയ്യിദ് അവറുകൾ ദുആ ചെയ്യുമ്പോൾ സദസ്സിലിരിക്കാൻ പാടില്ല, എണീറ്റ് പോവണം. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തത് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടണമെന്നുള്ള താല്പര്യമാണ്. ഇവിടെ ദുആഇന് ഇജാബത്ത് വേണമെന്നുള്ള താല്പര്യമാണ്. ഇവിടെ മലക്കിരിക്കൂല, മലക്കിരുന്നില്ലെങ്കിൽ ബറക്കത്തുണ്ടാവൂല. അതുപോലെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പിണങ്ങിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എണീറ്റ് പോകണമെന്ന്. അതുപോലെ ഒരു സ്വഹാബി എണീറ്റ് പോയി, തിരിച്ചു വന്നു. എന്നിട്ട് തൻ്റെ അമ്മായിയോട് പിണക്കമായിരുന്നു. അമ്മായി, ഞാൻ നിങ്ങളോട് പിണക്കമായിരുന്നു, എനിക്ക് തെറ്റുപറ്റി, എനിക്ക് മാപ്പ് നൽകണം, സലാം പറഞ്ഞു. അപ്പോഴാണ് അമ്മായി ചോദിച്ചത്,